അവരിപ്പോൾ ഒരു ഘട്ടത്തിലല്ലേ കിടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ ജോർജിനെ സംരക്ഷിക്കാനുള്ള ധൈര്യമൊക്കെ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട്. അത് ഞങ്ങൾ സംരക്ഷിച്ചോളാം, അതൊന്നും പ്രശ്നമില്ല. വീണ ജോർജിനെ പിന്നെ അങ്ങനെ വ്യക്തിപരമായി ആക്രമിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഗവൺമെൻറ്റിന് കഴിവുണ്ട്. അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമൊന്നും ഞങ്ങൾ അതൊരു കുഴപ്പമില്ല. എന്താണ് വീണ ജോർജ് തെറ്റ്? അതാരും പറയുന്നില്ല. കേരളത്തിലെ പിന്നെ ആരോഗ്യമേഖല പിന്നെ തകർന്നു. കേരളത്തിലെ ആരോഗ്യമേഖല വളരെയല്ലേ ചെയ്യുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിയിലാണ്. ഇത് അവരെന്ത് ചെയ്തു? കേരളത്തിലെ പിന്നെ പ്ലെയിൻ തകർന്നു. വ്യോമയാന വകുപ്പ് മന്ത്രി രാജിവെച്ചു. ബഹുമാനായ രമേശ് ചെന്നിത്തല എല്ലാ ബഹുമാനം വെച്ചും പറയാം, കേരളത്തിൻ്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററാണ് തകർന്നു. ആരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു? കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നൊരു മേഖലയാണ്. വെറും പാവപ്പെട്ടവൻ്റെ അത്താണിയാണ് കേരളത്തിലെ ഈ ആശുപത്രി. ഈ PHSകളും ഈ CHSകളും ഈ താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും തകർന്നാൽ സമ്പന്നന്മാർക്കൊന്നും കുഴപ്പമില്ല. ഇവരുടെ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബഹുമാനായ രമേശിൻ്റെ അങ്ങനെ ഒരു വാക്ക് പറയാമോ? വെന്റിലേറ്ററാണോ കേരളത്തിലെ പിന്നെ ആരോഗ്യമേഖല? അപ്പോൾ ആരുടെ താല്പര്യത്തിന് വേണ്ടി? കേരളത്തിലെ വളർന്നു വരുന്ന ചില കുത്തക സ്ഥാപനങ്ങൾ അവരെ സഹായിക്കണമെങ്കിൽ കേരളത്തിൻ്റെ പൊതു ആരോഗ്യമേഖല തകരണം. അതാണ് വീണ ജോർജിനോടുള്ള ദേഷ്യം. മറ്റ് മന്ത്രിമാർ പലരോടും ദേഷ്യമില്ലല്ലോ. അവരോട് ദേഷ്യമില്ലാത്തത് ഇപ്പം അവരുടെ ആവശ്യമില്ല. ഇപ്പം ആവശ്യം ഈ കോർപ്പറേറ്റുകളുടെ ഹോസ്പിറ്റലുകൾക്ക് സഹായം ചെയ്ത് കൊടുക്കണം. അതാണ്. ഇത് വെന്റിലേറ്ററാണെന്ന് പറഞ്ഞാൽ അവിടെ ആൾ അറുത്ത് മേടിക്കാൻ ആളുകൾ അങ്ങോട്ട് തലവെച്ച് കൊടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഈ കേരളത്തിലെ പ്രതിപക്ഷത്തെ നല്ലതുപോലെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. വെറും സ്വകാര്യ ആശുപത്രിയല്ല, മൾട്ടിനാഷണൽ കമ്പനികൾ വന്ന് ധാരാളം ആശുപത്രികൾ കേരളത്തിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ തുടങ്ങിയ സാധാരണ ആശുപത്രിയല്ല, മൾട്ടിനാഷണൽ കടന്നു വന്നിരിക്കുകയാണ് ഈ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയിൽ. കാരണം കേരളം അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി, ഒരു പാവപ്പെട്ടവൻ ഒരു ഗൾഫിൽ പോയി അല്ലെങ്കിൽ ഒരു അമേരിക്കയിൽ പോയി 50 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് അവൻ്റെ ആശുപത്രി തുടങ്ങി അത് വളർന്നു. ഇപ്പോൾ പരിമല ആശുപത്രി ഉണ്ട്, അല്ലെങ്കിൽ പുഷ്പഗിരി ഉണ്ട്. അതൊന്നും അല്ല ഞങ്ങൾ എതിർക്കുന്നത്. വലിയ സമ്പന്നന്മാർ, വിദേശ രാജ്യത്ത് വലിയ സമ്പന്നന്മാർ കേരളത്തിലേക്ക് വന്നിട്ട് ധാരാളം വലിയ വൻകിട ഹോസ്പിറ്റൽ വാങ്ങിക്കുകയാണ്. ആ വൻകിട ഹോസ്പിറ്റലുകൾ അവരിവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് ശക്തമായി ഒരു സഹായം പൊതു ആരോഗ്യമേഖലയെ തകർത്തുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കണം. അത് പ്രതിപക്ഷത്തിൻ്റെ ഡ്യൂട്ടിയായിട്ട് അവരെടുത്തിട്ടുണ്ട്. ഇതന്നെ കാര്യം. വേറെന്താ പ്രശ്നം? ഈ ആരോഗ്യ മേഖലയിലെ നമ്പർ 1 എന്ന് നമ്മൾ പറയുമ്പോഴും മന്ത്രിമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനെയാണ് ഇപ്പോൾ കൂടുതൽ വിമർശനം വരുന്നത്. അത് പുതിയ കാര്യം. മന്ത്രിമാരെന്താ സ്വകാര്യ ആശുപത്രി എല്ലാവരും പോകത്തില്ല. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, അല്ലാത്തവരും പോകും. ഏതാശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി പോയി. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താ? സാധാരണക്കാരനെ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണ ജോർജിനെ. അല്ല, പാവം സ്ത്രീ അവരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്യണം? അതുകൊണ്ടല്ലേ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല, ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. വീണ ജോർജിനെ സംരക്ഷിക്കും, പൊതുജനാരോഗ്യത്തെയും ഞങ്ങൾ സംരക്ഷിക്കും.